എനിക്ക് പബ്ലിക്കിൽ പറയാൻ സന്തോഷമുണ്ട്. ലൈവ് പോകുന്നെങ്കിൽ കേക്കട്ടെ. തൊടുപുഴക്കടുത്ത് പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ പബ്ലിക്കിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ പ്രസംഗ പീഠത്തിലേക്ക് ഓടിക്കേറിയിട്ട് ആമൻ മൈക്കെ കയറി പിടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോ ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? പോത്താനിക്കാട് ടാക്സി സ്റ്റാൻഡിന്റെ മുൻപിൽ കാണുന്ന ആ ഗ്രൗണ്ടിലെ കൺവെൻഷനിൽ ഈ മനുഷ്യൻ പറയുക, നീ കുറെ നേരമായി വായ തോരാതെ പ്രസംഗിക്കുന്നു, നിന്റെ യേശു വല്ലാണ്ടങ്ങ് വലുതാന്ന്. എടാ, ഞാൻ മന്ത്രവാദിയാ, ഞാൻ സൂത്രക്കാരനാ, ഞാൻ ആഭിചാരം ചെയ്യുന്നവനാ. നിനക്ക് തന്റെ ഇടമുണ്ടോ എന്നോട് മുട്ടാൻ? ഞാൻ ഇത് കാത്തിരിക്കുകയായിരുന്നു, ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ റെഡിയാ, ഒരുമിച്ചൊന്ന് വാ. ഇവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ചൊല്ലും, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ. ഒരു ദൂത് ഞാൻ പറയാ, അന്യഭാഷ പറഞ്ഞ് പന്തല്ല ദൈവമക്കളെല്ലാം അന്യഭാഷ പറഞ്ഞു നിൽക്കുമ്പോ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇവൻ അടിച്ച് നിലത്ത് വീണ് എഴയാൻ തുടങ്ങി, ആലറി വിളിക്കാൻ തുടങ്ങി. ഞാനൊരു ദൂത് പബ്ലിക്ക് പറഞ്ഞു, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ മാംസഭുജമേ ഉള്ളൂ, എന്നാൽ നിന്റെ കൂടെ ഉള്ളവ സൈന്യങ്ങളുടെ യഹോവയാം ദൈവം. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് ആത്മാവെന്നോട് പറയുന്നു, ചില ആഭിചാരങ്ങൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുക, ചില ആഭിചാരങ്ങൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുക, ചില മന്ത്രവാദങ്ങൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുക. യെസ് 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 യെസ്